വെൽക്കം. തൈമോനാണ്. കാർഡിയക് ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാർഡിയോവാസ്കുലർ സിസ്റ്റം, അനാറ്റമി ആൻഡ് ഫിസിയോളജി. സോ ഇതിലെ നമ്മുടെ 6ാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട് ആണ്. സോ കണ്ടക്ടിങ് സിസ്റ്റം കഴിഞ്ഞു. ഇനി ഹൃദയത്തിന്റെ ആക്ഷൻ പൊട്ടൻഷ്യലിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. നൗ കമ്മിങ് ടു ദി ടോപ്പിക്, എനിക്ക് ആദ്യത്തെ പോയിന്റ് ഓർ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, കാർഡിയക് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നത് ഒറ്റ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ല. ഇറ്റ്സ് നോട്ട് വൺ, ഒറ്റ ഒരെണ്ണം അല്ല എന്നുള്ളതാണ്. ഏറ്റവും മിനിമത്തിൽ പറയാൻ നമുക്ക് 2 തരം ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്കിലും പറയണം. 2 തരം. 1, 2. ഞാൻ രണ്ടിന്റെയും പടം ഇവിടെ വെച്ചിട്ട് രണ്ടും ഡിഫറെന്റ് ആണ്. ഒന്ന്, ഹൃദയത്തിന്റെ മസിലുകളുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് മസിൽസ് ഓഫ് ദ ഹാർട്ട്. ഹൃദയത്തിന്റെ മസിൽസ്, കൺട്രാക്ടൈൽ മസിൽസ് എന്ന് നമ്മൾ പറയും. രണ്ടാമത്തത് ആക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദ പേസ് മേക്കർ സെൽസ്. പേസ് മേക്കർ സെൽസിന്റെ ആക്ഷൻ പൊട്ടൻഷ്യലും പറയണം. ഇതും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് കാര്യം. സോ ഹൃദയത്തിന്റെ മസിലുകളുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ വെൻട്രിക്കുലാർ മയോസൈറ്റ്സിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ, ഇതും ഓൾമോസ്റ്റ് വെരി സിമിലർ ആണ് പെർക്കിഞ്ചി ഫൈബറിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ. സോ ഇത് രണ്ടും നമുക്ക് ചേർത്ത് പറയാം. രണ്ടാണെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് എന്റെ പടമൊക്കെ വരയ്ക്കുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. സോ ഫസ്റ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ബി ദാറ്റ് മസ്കുലാർ ആൻഡ് പെർക്കിഞ്ചി ആക്ഷൻ പൊട്ടൻഷ്യൽ. ആൻഡ് രണ്ടാമത്തത് നമ്മൾ പറയുന്നത് എസൈനോഡൽ ആക്ഷൻ പൊട്ടൻഷ്യൽ. എസൈനോഡൽ ആക്ഷൻ പൊട്ടൻഷ്യൽ തന്നെയാണ് പേസ് മേക്കർ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലും ഇത് തന്നെ. സോ ഇത് നമുക്ക് രണ്ടും രണ്ടായിട്ട് പറഞ്ഞേ പറ്റൂ. രണ്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ അവസാനം രണ്ടും പറഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യാം. അപ്പോഴാണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ പരീക്ഷയെ പറ്റി ഇത് പരീക്ഷയിലെ സ്ഥിരം ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ഏത് ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ചോദിച്ചിരിക്കുന്നത് നോക്കി വേണം ആൻസർ ചെയ്യാൻ. മാത്രമല്ല ഇത് ഫസ്റ്റ് ഇയർ അനാറ്റമി ഫിസിയോളജി മാത്രം ചോദിക്കുന്നതല്ല. വീണ്ടും ഫാർമക്കോളജിയിൽ ആന്റി അരിത്മിക് ഡ്രഗ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇത് ഫിസിയോളജി വീണ്ടും അവിടെ ചോദിക്കും. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എന്നുള്ള ധാരണയിലാണ് ഞാൻ പോകുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി ഒക്കറിംഗ് സീക്വൻസ് ഓഫ് ഡീപോളറൈസേഷൻ ഫോളോഡ് ബൈ റീപോളറൈസേഷൻ. സോ മസിൽസിലും ന്യൂറോൺസിലും എല്ലാം നമ്മൾ പഠിച്ചതാണ്. ആക്ഷൻ പൊട്ടൻഷ്യൽ പഠിച്ചിട്ടുണ്ട്. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് വീണ്ടും, ഡീപോളറൈസേഷൻ എന്താണ്, റീപോളറൈസേഷൻ എന്താണ് നമ്മൾ പറയുന്നില്ല. നമ്മൾ നേരിട്ട് ഹൃദയത്തിലെ ആക്ഷൻ പൊട്ടൻഷ്യലിലേക്കാണ് കടക്കുക. സോ എന്തൊക്കെയായാലും നമുക്ക് 3 കാര്യങ്ങൾ വേണം നമുക്കറിയാം. ഒന്ന്, ഒരു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. 2, അത് മാറുന്നതിന് നമ്മൾ ഡീപോളറൈസേഷൻ നടക്കണം. 2, അത് തിരിച്ച് വീണ്ടും പഴയപടിയാവണം. അപ്പോൾ റീപോളറൈസേഷൻ ഉണ്ടാവും. സോ ഇത് 3 നടന്നേ പറ്റും. ഇത്രയും കാര്യങ്ങൾ വീണ്ടും തിരിച്ച് പഴയ RMPയിലെത്തണം. സോ ഈ 3 കാര്യങ്ങൾ ഞാൻ പറയുന്നതിലും ഉണ്ടാവണം. സോ അതാണ് ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ മിനിമം ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ആദ്യം എസൈനോഡൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഓർ പേസ് മേക്കർ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്, അതിന്റെ സംഭവങ്ങൾ നോക്കാം. സോ ഇതാണല്ലോ ഹൃദയം മുഴുവൻ വ്യാപിക്കുന്നത്. സോ എസൈനോഡൽ സെൽസിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞത്, ഇവയ്ക്ക് ഓട്ടോമാറ്റിസിറ്റി ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ ഓട്ടോ റിത്മിസിറ്റി. ഓട്ടോമാറ്റിസിറ്റിയും റിത്മിസിറ്റിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഓട്ടോ റിത്മിസിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സെല്ലുകളിൽ നിന്ന് ഒരു ഡീപോളറൈസേഷൻ വരാതെ ഇത് സ്വന്തമായിട്ടൊരു ഡീപോളറൈസേഷൻ ഉണ്ടാക്കിയെടുക്കണം. സോ ഇറ്റ് ഹാസ് ടു ജനറേറ്റ് ഇറ്റ്സ് ഓൺ ഇമ്പൾസ്. സോ അതാണ് എസൈനോഡൽ സെൽസിന്റെ ഒരു പ്രത്യേകത. ഇനി രണ്ടാമത് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു എക്സ് ആക്സിസ് വേണം, ഒരു വൈ ആക്സിസ് വേണം. സോ ദിസ് ഈസ് വൈ ആക്സിസ്. വൈ ആക്സിസിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മില്ലി വോൾട്ട് ആണ്. ഏകദേശം -90 to +20 മില്ലി വോൾട്ട് വരെയാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, -90. ആൻഡ് എക്സ് ആക്സിസ് ടൈം ആണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇൻ മില്ലി സെക്കൻഡ്സിലാണ് അടയാളപ്പെടുത്തുന്നത്. അത് നമുക്ക് ഫേസ് 4 നിന്ന് തുടങ്ങാം. ഇതാണ് ഫേസ് 4 എന്ന് പറയുന്നത്. സോ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ തുടങ്ങണമെങ്കിൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യാം. സോ there has to be a resting membrane potential. സാധാരണ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആണ്. അത് പോസിറ്റീവിലേക്ക് മാറുമ്പോഴാണ് ഒരു ഡീപോളറൈസേഷൻ നടക്കുക, ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുക. സോ എസൈനോഡൽ സെല്ലിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എസൈനോഡൽ സെൽസിന് RMP എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു വാല്യൂ പറയാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്ക് പറയാവുന്നത് -65നും -55നും മില്ലി വോൾട്ടിനും ഇടയിലാണ്. സോ ദിസ് ദ ഫസ്റ്റ് പോയിന്റ്. ദ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഓഫ് പേസ് മേക്കർ cells are between -65 and -55. ഓക്കെ, അതായത് -55ൽ നിന്ന് താഴ്ന്ന്, സോ ഇവിടെ -55 ആണ്, താഴത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഒരു -65ലേക്ക് എത്തുമ്പോഴത്തേക്കും something has to change. Okay, so when esenodal cells become hyperpolarized,
സോ നമ്മൾ -10 നിന്ന് -65 പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ പോളറൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഹൈപ്പർ പോളറൈസ്ഡ് ആകുമ്പോഴത്തേക്കും കൂടുതൽ നെഗറ്റീവ് ആവുന്നതിനാണ് നമ്മൾ ഹൈപ്പർ പോളറൈസ്ഡ് ഓർ ഹൈപ്പർ പോളറൈസേഷൻ എന്ന് പറയാം. സോ ഇങ്ങനെ കൂടുതൽ നെഗറ്റീവ് ആകുമ്പോൾ സെൽ ഇവിടെയുള്ള ഒരു ചാനൽ ബിഗാൻ ടു ഓപ്പൺ. സോ ഇതാണ് ഇപ്പോൾ കാർഡിയോമയോസൈറ്റ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ -65 ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ചാനൽ അവിടെ തുറക്കും. ഈ ചാനലിന്റെ പേര് HCN ചാനൽ എന്നാണ്. HCN ചാനൽ. സോ H ഫോർ ഹൈപ്പർ പോളറൈസേഷൻ, Hനെ നമുക്ക് ഹൈപ്പർ പോളറൈസേഷൻ എന്നാണ് നമ്മൾ പറയാ. ആൻഡ് CN ഫോർ സൈക്ലിക് ന്യൂക്ലിയോടൈഡ്. സൈക്ലിക് ന്യൂക്ലിയോടൈഡ് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സൈക്ലിക് ന്യൂക്ലിയോടൈഡ്? സൈക്ലിക് AMP എന്ന് നമുക്ക് എഴുതാം. സോ രണ്ട് കാര്യങ്ങൾ, -55 നിന്ന് -65 എത്തുമ്പോഴത്തേക്കും ഹൈപ്പർ പോളറൈസേഷൻ ആണ് നടക്കുക. സോ അപ്പോഴത്തേക്കും ചാനൽ തുറക്കും. സോ സോഡിയം വിൽ മൂവ് എൻറ്റർ ഇൻ ടു ദ സെൽ. സെല്ലിനകത്തേക്ക് സോഡിയം കടന്ന് തുടങ്ങും. സോ സൈക്ലിക് ന്യൂക്ലിയോടൈഡ് നമ്മൾ പറഞ്ഞു സൈക്ലിക് AMP ആണ്. അപ്പോൾ ഇവിടെ സൈക്ലിക് ന്യൂക്ലിയോടൈഡ് ഇവിടെ ഒന്ന് പിടിക്കാന്ന് വിചാരിക്കുക. അപ്പോഴും ദിസ് ചാനൽ വിൽ ഓപ്പൺ. സോ സോഡിയം വിൽ എൻറ്റർ. സോ ഇവിടെ phase 4 സോഡിയം അകത്തേക്ക് കയറി സെല്ലിനകത്തേക്ക്. നൗ ഇൻട്രാസെല്ലുലാർ ബിക്കം സോഡിയം. സോ സോഡിയം അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് മൈനസ് എന്നുള്ളത് പതിയെ പോസിറ്റീവായി ഇങ്ങനെ പോസിറ്റീവിലേക്ക് കൂടുതൽ പോസിറ്റീവിലേക്ക് പോകും. എന്ന് പറയുമ്പോൾ -60 ആണെങ്കിൽ അത് -40 പോകും. സോ ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അടുത്തൊരു ചാനൽ തുറക്കും. ആ ചാനലിന്റെ പേര് അനദർ ചാനൽ ദാറ്റ് ഈസ് ട്രാൻസിയന്റ് കാൽഷ്യം ചാനലാണ്. ട്രാൻസിയന്റ് കാൽഷ്യം ചാനൽ തുറന്നു കഴിയുമ്പോൾ കാൽഷ്യം അകത്തേക്ക് കയറും. സോ കാൽഷ്യം ഈസ് 2 പോസിറ്റീവ്. സോ കാൽഷ്യം അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇതിനകം വീണ്ടും പോസിറ്റീവ് ആകുമെന്ന് വെച്ചുമ്പോഴത്തേക്കും സെൽസ് വിൽ ബിക്കം മോർ ഡീപോളറൈസേഷൻ ആയിക്കൊണ്ടിരിക്കും. സോ ഇങ്ങനെ അങ്ങ് പോകും. സോ ദാറ്റ് ഈസ് phase 4. ദെൻ അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ അനദർ കാൽഷ്യം ചാനൽ വിൽ ഓപ്പൺ. ആ കാൽഷ്യം ചാനലിന്റെ പേര് L ടൈപ്പ് കാൽഷ്യം ചാനൽ എന്നാണ്. സോ L ടൈപ്പ് കാൽഷ്യം ചാനൽ കയറുന്നു, തുറക്കുന്നു, ആൻഡ് കാൽഷ്യം വീണ്ടും അകത്തേക്ക് കയറുന്നു. സോ കാൽഷ്യം ഇങ്ങനെ അകത്ത് കയറുമ്പോൾ സെൽസ് വിൽ ബിക്കം മോർ ആൻഡ് മോർ പോസിറ്റീവ്. സോ സെൽസും പോസിറ്റീവിലേക്ക് പോകുന്നു. ഞാനിവിടെ ഒരു 10 വരെ വരച്ചിട്ടുള്ളത്. +10 ക്യാൻ ബി മാക്സിമം അപ് ടു +20. ആൻഡ് ഇത് നോക്കി ഒരു സ്റ്റീപ്പ് റൈസ് അല്ല, പതിയെ ഒരു റൈസ് ആണെന്ന് കൂടി നോക്കി വെക്കാം. ഓക്കെ, സോ phase 4 നമ്മൾ പറഞ്ഞു. phase 4 HCN ചാനൽ ഉണ്ട്. ദെൻ പിന്നെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ട്രാൻസിയന്റ് കാൽഷ്യം ചാനൽ ഉണ്ട്. ദെൻ ഇവിടെ ട്രാൻസിയന്റ് കാൽഷ്യം ചാനൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും L ടൈപ്പ് കാൽഷ്യം ചാനൽ കൂടി വർക്ക് ചെയ്യും. സോ ഈ phase 4 വർക്ക് ചെയ്യുന്ന ഈ ചാനലിനെ നമ്മൾക്ക് വേറൊരു പേരും കൂടി പറഞ്ഞു വിളിക്കാറുണ്ട്. ആ ചാനലിന്റെ പേര് HCN ചാനലിനെ വിളിക്കുന്ന പേര് ഫണ്ണി ചാനൽ എന്നാണ്. ഫണ്ണി ചാനൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത് വെച്ചാൽ സാധാരണ എല്ലാ ചാനലും തുറക്കുന്നത് ഹൈപ്പർ പോളറൈസേഷന് വരുമ്പോഴല്ല. ഓക്കെ, ഡീപോളറൈസേഷൻ വരുമ്പോഴാണ് ചാനൽ തുറക്കുക. ദാറ്റ് മീൻസ് സെൽ പോസിറ്റീവ് ആകുമ്പോൾ. ഇവിടെ സെല്ല് കൂടുതൽ നെഗറ്റീവ് ആകുമ്പോഴാണ് തുറക്കുക. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിളിച്ചത് ഫണ്ണി ചാനൽ എന്ന് വിളിക്കും. സോ ഫണ്ണി ചാനൽ ഈസ് HCN ചാനൽ. ഇനി ഇവിടെ എത്തുമ്പോഴത്തേക്കും phase 0 കഴിഞ്ഞു. phase 0 ഇവിടെ എത്തി നിന്നു. ദാറ്റ് ചാനൽ വിൽ ക്ലോസ്. ഏത് ചാനലാണ്? L ടൈപ്പ് കാൽഷ്യം ചാനൽ വിൽ ക്ലോസ്. നൗ പൊട്ടാസ്യം ചാനൽ വിൽ ഓപ്പൺ. പൊട്ടാസ്യം സെല്ലിനകത്തുനിന്ന് പൊട്ടാസ്യം പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പൊട്ടാസ്യം പോകുമ്പോഴത്തേക്കും സെല്ലിനകം പൊട്ടാസ്യം ഈസ് പോസിറ്റീവ് ആണ്. പൊട്ടാസ്യം പോകുമ്പോഴത്തേക്കും സെല്ലിനകം നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ ദ സെൽ വിൽ ബിക്കം മോർ ആൻഡ് മോർ നെഗറ്റീവ്. സോ ഇവിടെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. വീണ്ടും -65 ആകുമ്പോഴത്തേക്കും വീണ്ടും HCN ചാനൽ ഓർ ഫണ്ണി ചാനൽ തുറക്കും. ട്രാൻസിയന്റ് കാൽഷ്യം ചാനൽ തുറക്കും. പിന്നെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട്. സോ ദിസ് ഈസ് ദ ആക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് പേസ് മേക്കർ. സോ ഇവിടെ ഏതൊക്കെ ഫേസ് ഉണ്ട്? phase 4 ഉണ്ട്, phase 0 ഉണ്ട്, phase 3 ഉണ്ട്, എഗെയിൻ phase 4. There is no phase 1ഉം 2ഉം നമ്മളിവിടെ എഴുതിയിട്ടില്ല എന്ന് നോക്കുക. സോ ഇതാണ് പേസ് മേക്കർ ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് പോകാം. ദാറ്റ് ഈസ് കൺട്രാക്ടൈൽ സെൽ ഓർ വെൻട്രിക്കുലാർ സെൽ ഓർ പെർക്കിൻജി ടൈപ്പ് ഫൈബേഴ്സിലെ ആക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് നോക്കാം. സോ എക്സ് ആക്സിസ് വൈ ആക്സിസ് സെയിം തന്നെയാണ്, പക്ഷെ ഇതിന് 5 ഫേസ് ഉണ്ട് നമുക്ക് കാണാം. സോ ഇവിടെ phase 4 ഉണ്ട്, phase 0, 1, 2 and 3. then again 4. സോ മറ്റതിൽ നമ്മൾ 3 എണ്ണമാണ് കണ്ടത്, പക്ഷേ ഇതിൽ 5 ഫേസ് ഉണ്ട്. അതാണ് ആദ്യത്തെ ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. നമുക്ക് phase 4 തന്നെ തുടങ്ങാം. phase 4 ഇവിടെ കൃത്യമായിട്ട് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ദർ ഇസ് ആൻ RMP. മറ്റേതിനകത്ത് നമ്മൾ ബിറ്റ്വീൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ മിക്കവാറും -85 mV ആണ് വെൻട്രിക്കുലാർ മയോസൈറ്റ്. ആൻഡ് മറ്റെവിടെ ആണെങ്കിൽ പെർക്കിൻജി ഒക്കെ ആണെങ്കിൽ -90 mV.
ഏതെങ്കിലും എഴുതാം. -85 -90 മില്ലി വോൾട്ട് ആയിട്ട് നമുക്ക് കൺസിഡർ. ഇനി ഫേസ് 4ൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സോഡിയം പതിയകത്തേക്ക് കിടക്കുകയാണ്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സെല്ലാണ്, കാർഡിയോമയോസൈറ്റ്സ് ആണ്. ഇതെടുത്ത കാർഡിയോമയോസൈറ്റ്സ് ആണെങ്കിൽ ഈ തമ്മിലുള്ള ഇവിടെ ദിസ് ഇസ് ഗ്യാപ് ജംഗ്ഷൻ ആണ്. സോ സോഡിയം പതിയെ ഇങ്ങനെ അകത്തേക്ക് കയറും. ഓക്കെ, സോഡിയം പതിയെ അകത്തേക്ക് കയറി ഒരു പ്രത്യേക പൊട്ടൻഷ്യൽ ത്രെഷോൾഡ് പൊട്ടൻഷ്യലിലേക്ക് എത്തുന്നു. സോ ഇവിടെ എത്തുമ്പോഴത്തേക്കും സപ്പോസ് തിങ്ക് ദാറ്റ് ദിസ് ഇസ് ദ ത്രെഷോൾഡ് പൊട്ടൻഷ്യൽ -85 മില്ലി വോൾട്ട് ആവുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ സഡൻലി ദ വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് വിൽ ഓപ്പൺ. വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ. സോ വീണ്ടും ഞാൻ ഇവിടെ സെൽ വരയ്ക്കാം. സെല്ലിനകത്തേക്ക് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ തുറക്കുന്നു. സോഡിയം അകത്തേക്ക് അരച്ച് കയറും. മോർ ആൻഡ് മോർ സോഡിയം ഇൻസൈഡ്. ഓക്കെ, സോ ദിസ് ഈസ് ഫേസ് 0. സോ ഫേസ് 0 നോക്കുക, ഇറ്റ്സ് എ സ്റ്റീപ്പ് ആൻഡ് സഡൻ, ഒറ്റയടിക്ക് കുത്തനെയുള്ള കയറ്റമാണ്. മറ്റേത് സ്ലോ ആയിരുന്നു. സോ അകത്തേക്ക് അരച്ച് കയറുകയാണ്. ഇത് ഇറ്റ് ക്യാൻ റീച്ച് അപ് ടു +20. മറ്റേ നമ്മൾ ഇവിടെയാണ് വരച്ചത്, ഇവിടെ +20 വരെയാക്കാം. ഈവൻ ക്യാൻ ബി അപ് ടു +35 വരെയൊക്കെ നമുക്ക് വരയ്ക്കാം. സോ this phase 0 of this contractile cell action potential is due to opening of voltage gated sodium channel. Okay, it's a steep phase. So +20 ആകുമ്പോഴത്തേക്കും this channel is now closed. Voltage gated sodium channel is now closed. ഇത് അടയ്ക്കുന്നു. And potassium channel is now open. Voltage gated potassium channel is open. So this phase 1 is due to voltage gated potassium channel തുറന്ന് പൊട്ടാസ്യം പുറത്തേക്ക് പോവാണ്. സോ സോഡിയം ഇത്ര നേരം അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സെല്ലിനകം പോസിറ്റീവായി, നമ്മൾ പോസിറ്റീവിലെത്തി. ഇപ്പോൾ പൊട്ടാസ്യം പുറത്തേക്ക് പോകാൻ ആരംഭിക്കുന്നു. പൊട്ടാസ്യം പോസിറ്റീവാണ്, അപ്പോൾ ഇതിനകം കുറച്ച് നെഗറ്റീവായി. സോ താഴത്തേക്ക് വരുന്നു. സോ ദാറ്റ് ഈസ് ഫേസ് 1. സോ ഫേസ് 1 ഈസ് റീപോളറൈസേഷൻ ആൻഡ് ദിസ് ഈസ് ഡീപോളറൈസേഷൻ ആണ്. ഫേസ് 0 ഡീപോളറൈസേഷൻ, ഫേസ് 1 ഈസ് റീപോളറൈസേഷൻ. ഓക്കെ, തുടങ്ങിയാണ്. ഫസ്റ്റ് ഫേസ് 1 റീപോളറൈസേഷൻ എന്ന് വിളിക്കാം. സോ ഡ്യൂ ടു ഓപ്പണിംഗ് ഓഫ് വോൾട്ടേജ് ഗേറ്റഡ് പൊട്ടാസ്യം ചാനൽ. അടുത്തത് ഫേസ് 2 ഉണ്ട്. ഇവിടെ മറ്റേതിന് ഫേസ് 1 ഉം 2 ഉണ്ടായിരുന്നില്ല. ഇവിടെ പൊട്ടാസ്യം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ പൊട്ടാസ്യം ഈസ് ഗോയിങ് ഔട്ട്. പൊട്ടാസ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പുതുതായിട്ട് വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽ തുറക്കുന്നു. സോ കാൽഷ്യം അകത്ത് കയറുന്നു. ഏത് ടൈപ്പ് കാൽഷ്യം ചാനലാണ്? എൽ ടൈപ്പ് കാൽഷ്യം ചാനൽ. ഓക്കെ, എൽ ടൈപ്പ് കാൽഷ്യം ചാനൽ തുറന്ന് കാൽഷ്യം അകത്തേക്ക് പോകുന്നു. സോ പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നു, കാൽഷ്യം അകത്തേക്ക് കയറും. സോ പോസിറ്റീവ് ആണ് പൊട്ടാസ്യം, പോസിറ്റീവ് ആണ് കാൽഷ്യം. സോ ആക്ച്വലി ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച്. ഒരു ചേഞ്ച് ഇവിടെ നടക്കുന്നില്ല. മെംബ്രെയിൻ പൊട്ടൻഷ്യൽ റിമെയിൻസ് ദ സെയിം. കാരണം സോഡിയം പോകുന്നത് ഒന്ന് പോസിറ്റീവ് ആണ്, അകത്തേക്ക് കയറുന്നതും പോസിറ്റീവ് ആണ്. പുറത്തേക്ക് പോകുന്നത് പൊട്ടാസ്യം ആണെങ്കിൽ അകത്തേക്ക് കയറുന്നത് കാൽഷ്യം ആണെന്ന് മാത്രം വ്യത്യാസമുള്ളൂ. സോ ദിസ് ഫേസ് ഈസ് എ പ്ലേറ്റോ ഫേസ്. Potassium is positive, calcium is positive. No net change in the membrane potential. So this phase is a plateau. PLATEU. Plateau phase. Plateau phase എന്നാണ് ഇതിന് പറയാം. സോ സെൽസ് കുറച്ചു നേരം ഈ ഫേസിൽ നിൽക്കും. ഇപ്പൊ ഏട്രി ആണെങ്കിൽ ഒരു 200 മില്ലി സെക്കൻഡ്സ് ഒക്കെ നിൽക്കും. വെൻട്രിക്കിൾസ് ആണെങ്കിൽ 300 മില്ലി സെക്കൻഡ്സ് നിൽക്കും. ദെൻ അതനുസരിച്ച് പെർക്കിഞ്ചി ഫൈബറിലൊക്കെ വ്യത്യാസം വരും. സോ ദിസ് ഇസ് ഫേസ് 2 ആൻഡ് ദിസ് ഈസ് അഗെയിൻ ഡീപോളറൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഡീപോളറൈസേഷൻ ആണ്. കാരണം താഴത്തേക്ക് പോകുന്നില്ല, സെയിം ആയിട്ട് നിൽക്കുകയാണ്. അഗെയിൻ ഡീപോളറൈസേഷൻ. സോ ഇറ്റ്സ് എ ഫൈനൽ ഡീപോളറൈസേഷൻ ഫേസ് എന്ന് നമുക്ക് വിളിക്കാം. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ പെർക്കിഞ്ചി ഫൈബറിലും. ഇനി നൗ ദിസ് വോൾട്ടേജ് ഗേറ്റഡ് ദിസ് കാൽഷ്യം അകത്തേക്ക് കയറുന്ന ഇവിടെ വെച്ച് നിൽക്കുകയാണ്. നൗ ദിസ് ചാനൽ, നേരത്തെ ഇവിടെ വെച്ച് ഒരു ചാനൽ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ ചാനലിന്റെ പേര് പൊട്ടാസ്യം ചാനൽ ആയിരുന്നു. അതിന്റെ ഫുൾ പേര് ഡിലേഡ് റെക്ടിഫയർ പൊട്ടാസ്യം ചാനലാണ്. സോ ഡിലേഡ് റെക്ടിഫയർ പൊട്ടാസ്യം ചാനൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിരിക്കും. സോ പൊട്ടാസ്യം ഈസ് നൗ കീപ്പ് ഓൺ ഗോയിങ് ഔട്ട്. പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്തോറും സെല്ലിനകം നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. ബിക്കോസ് പൊട്ടാസ്യം ഈസ് പോസിറ്റീവ്. സോ അത് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും. സെല്ലിനകം വീണ്ടും താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ആൻഡ് വീണ്ടും വളരെ താഴെ എത്തുന്നു. ബിക്കോസ് ഓഫ് ദിസ് നേഴ്സ്റ്റ് പൊട്ടൻഷ്യലാണ്. അവിടെ നമ്മൾ പോകുന്നില്ല. സോ താഴത്തേക്ക് എത്തുന്നു. ദെൻ വീണ്ടും പഴയപടി ഫേസ് 4ലേക്ക് നമ്മൾ കടക്കും. ഓക്കെ, സോ ഇവിടെ സോഡിയം, പൊട്ടാസ്യം, ATPase ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഫേസ് 3 ഈസ് ഡ്യൂ ടു എക്സിറ്റ് ഓഫ് പൊട്ടാസ്യം. പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഫേസ് 3 സംഭവിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു ഡിലേഡ് റെക്ടിഫയർ പൊട്ടാസ്യം ചാനൽ വഴിയാണ്. ആൻഡ് ഇവിടെ ദിസ് പെർക്കിഞ്ചി ഫൈബറിന് ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൺട്രാക്ട് ചെയ്യുന്ന സെല്ലുകൾ അവസാനമായിരിക്കും കൺട്രാക്ഷൻ തീരുക. ഓക്കെ, സാധാരണ ആദ്യം കൺട്രാക്ട് ചെയ്യുന്നത് ആദ്യം തീരുക, അങ്ങനെയല്ല. സോ അതൊരു സിങ്ക്രോണിസിറ്റി, ഹൃദയത്തിന്റെ സിങ്ക്രോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, എല്ലാ ഭാഗവും ഒരേപോലെ അവസാനിപ്പിക്കാനും തുടങ്ങാനും വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കൺട്രാക്ടൈൽ സെൽ, വെൻട്രിക്കുലർ സെൽസ് ഓർ പെർക്കിഞ്ചി ആക്ഷൻ
പൊട്ടൻഷ്യൽ. സോ ഇവിടെ വീണ്ടും അഗെയിൻ -85 എത്തി. ഇനി വീണ്ടും സൈക്കിൾ വിൽ റിപ്പീറ്റ്. ഇനി നമുക്ക് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, ആക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് SA നോഡ് ഓർ പേസ് മേക്കർ. ഇത് നമുക്ക് വെൻട്രിക്കുലാർ മയോസൈറ്റ്സ് ആയിട്ട് കൂട്ടാം, അല്ലെങ്കിൽ Purkinje ബോത്ത്. ഓക്കെ, പേസ് മേക്കർ സെൽസ് ഓഫ് SA നോഡിൽ എത്ര ഫേസ് ഉണ്ട്? ഫേസ് 0, 4 ആൻഡ് 3. ആകെ 3 ഫേസേ ഉള്ളൂ. ഇവിടെയോ? ഇവിടെ ഫേസ് 4 ഉണ്ട്, 0 ഉണ്ട്, 1, 2, 3. ഓക്കെ, 5 ഫേസ് ഉണ്ട്. സോ ഇവിടെ 3 ഫേസ്, ഇവിടെ 5 ഫേസ്. ആൻഡ് പേസ് മേക്കേഴ്സ് ഇവിടെയുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ സ്ലോ ടൈപ്പ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുക. സോ ദിസ് ഈസ് കോൾഡ് ആസ് സ്ലോ ടൈപ്പ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിനെന്തായിരിക്കും വിളിക്കുക? ഇതിനെ ഫാസ്റ്റ് ടൈപ്പ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് പേസ് മേക്കർ ഇതിനകത്ത് നോ സ്പെസിഫിക് RMP കൃത്യമായിട്ടില്ല. RMP ഇതിന് കൃത്യമായിട്ടില്ല, പക്ഷേ ഇതിന് ദർ ഈസ് സ്പെസിഫിക് കൃത്യമായിട്ട് RMP ഉണ്ട്. ഇതിന് -85 ഓർ -90 എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം. ഇത് -55നും -65നും ഇടയിലാണ് എന്ന് നമ്മൾ പറയാം. ആൻഡ് ഇവിടുത്തെ ഫേസ് 4 ഈസ് ഡ്യൂ ടു എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അവിടെ HCN ചാനൽ ഉണ്ടായിരുന്നു. ദെൻ ഓൾസോ ട്രാൻസിയൻറ്റ് T ടൈപ്പ് കാൽഷ്യം ചാനൽ ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ സോഡിയം ചാനലാണ്. ദെൻ പൊട്ടാസ്യം പുറത്തേക്കൊക്കെ പോകുന്നത് കൊണ്ടാണ്. ദെൻ ഇവിടുത്തെ ഈ പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുക, വേറൊരു പേരും കൂടി പറഞ്ഞു വിളിക്കും, പ്രീ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. പ്രീ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വിളിക്കുക ഡയസ്റ്റോളിക് പൊട്ടൻഷ്യൽ എന്നും വിളിക്കാറുണ്ട്. ദെൻ ഫേസ് 0 എന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സ്റ്റീപ്പാണ്. നോക്കുക, കുത്തനുള്ള കയറ്റമാണ്. വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ തുറക്കുന്നതുകൊണ്ട് കുത്തനുള്ള കയറ്റമാണ്. ഇവിടെ പക്ഷേ അത്രയും സ്റ്റീപ്പ് അല്ല, ഇത് കുറച്ചും കൂടി സ്ലോപ്പ് ആണ്. കുറച്ചും കൂടി സ്ലോപ്പ് ഉള്ള ടൈപ്പ് ഓഫ് കർവ് ആണ് ഇവിടെ. സോ ദിസ് ഈസ് ബിക്കോസ് ഓഫ് വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽ. ഏതായിരുന്നു? L ടൈപ്പ് കാൽഷ്യം ചാനൽ മൂലമാണ്. ഇനി ഇവിടെ പരമാവധി +10 ഒക്കെ ഞാൻ വരച്ചിട്ടുള്ളൂ, പക്ഷേ ഇവിടെ +20ലും മുകളിൽ ഞാൻ വരച്ചിട്ടുണ്ട്. +35 വരെയൊക്കെ ആകാം. സോ അതാണ് മറ്റു വ്യത്യാസം. ആൻഡ് ഇവിടെ ഫേസ് 1ഉം ഫേസ് 2ഉം ഇല്ല, പക്ഷേ ഇവിടെ ഫേസ് 1 ഉണ്ട്, 2 ഉണ്ട്. ഫേസ് 2 ദർ ഈസ് നോ പ്ലാറ്റോ ഫേസ് ഹിയർ. ഇവിടെ പ്ലാറ്റോ ഫേസ് ഉണ്ട്, ഇവിടെ പ്ലാറ്റോ ഫേസ് ഇല്ല. ഫേസ് 3 രണ്ടും സെയിം ആണ്, ബിക്കോസ് ഓഫ് പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ്. ആ കാര്യങ്ങൾ രണ്ടും സെയിം ആണ്. ഡിലേഡ് റെക്ടിഫയർ പൊട്ടാസ്യം ചാനലൊക്കെ. സോ പ്രധാന വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് റിഫ്രാക്റ്റീവ് പീരീഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്ക് തൽക്കാലം വിടാം. ഓക്കെ, സോ വി സോ 2 ടൈപ്സ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടു. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം കണ്ടു കഴിഞ്ഞു. ഇത് അനാറ്റമി ഫിസിയോളജിയിൽ മാത്രമല്ല ചോദിക്കുക, ചിലപ്പോൾ ഫാർമക്കോളജിയിലും ചോദിക്കാം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.